എന്തൊക്കെയാണ് ഈ കുരുവട്ടൂരികൾ പറഞ്ഞു കൂട്ടണമെന്നുള്ളത് യാതൊരു കണക്കുമില്ല. ഇപ്പം ഇനി കുഞ്ഞായ്മ പറയണമെന്ന് കേട്ടോ കാണി. അല്ലാഹ് ഖാലിഖാണ്, അല്ലാഹ് സിട്ടാവാണ്. അമ്പിയാക്കൾ ഔലിയാക്കളോ മഖ്ലൂഖാണ്. അല്ലാഹ് ഖാലിഖാണ് അഥവാ അല്ലാഹ് സൃഷ്ടാവാണ്. അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ എന്താണ്? മഖ്ലൂഖാണ്. അതൊരു സത്യമാണ്. അല്ലാഹ് ഖാലിഖാണ്, അല്ലാഹ് സൃഷ്ടാവാണ്. അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ അത് മഖ്ലൂഖാണ്. അത് ശരിയാണ്, വിഷയം ഓൻ പറഞ്ഞത് ശരിയാണ്. എന്നാൽ ഈ പറഞ്ഞ വിഷയത്തിനെ ഗണ്ണിച്ചുകൊണ്ട് ഖുർആനായത്ത് വരെ മാറ്റിമറിക്കുന്നത് കാണാം കുരുവട്ടൂരി തന്നെ. ഒന്ന് വരട്ടെ. അപ്പൊ മോയന്തങ്കാക്ക ഖുറാനിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ മടൂർ ഷെയ്ഖുൻ ഖാലിഖാണെന്ന്. അപ്പം മോയന്തങ്കാക്ക ഖുർആനിൽ അള്ളാഹ് പറഞ്ഞേക്കണല്ലോ മടവൂർ ഷെയ്ഖുന ഖാലിഖാണ് എന്ന്. ആരോടാ പറയണത്? കുഞ്ഞാമീനോട് കുരുവട്ടൂർ തന്നെ പറയാം. വേറൊരു കുരുവട്ടൂരി വാട്സപ്പ് വോയിസിൽ പറഞ്ഞതാണത്. വാട്സപ്പ് വോയിസിൽ വേറൊരു കുരുവട്ടൂരി പറയാണ് പിന്നെ മടവൂർ ഷെയ്ഖുന ഖാലിഖാണ് എന്ന്. അവൻ പറയട്ടെ ബാക്കി. നിങ്ങൾ തള്ളുവോ? ഖുറാന്റെ ആയത്ത് നിങ്ങൾ തള്ളുവോ? അപ്പം മോയന്തങ്കാക്കയായ കുഞ്ഞേമതേ ഖുർആനിൻ്റെ ആയത്തിച്ച് തള്ളുവോന്ന് എന്നോട് ചോദിക്കുകയാണ് എൻ്റെ മുരീദേ. ഫഇന്നല്ലാഹ ഹുവ ഖാലിഖുൻ വജിബ്രീലു വസ്വാലിഹുൽ മുഅ്മിനീൻ. അർത്ഥം വെക്കേ, അർത്ഥം വെക്ക. ആൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ ആണത്തുണ്ടെങ്കിൽ നിങ്ങൾ അർത്ഥം വെക്കി, നട്ടലുണ്ടെങ്കിൽ. കുഞ്ഞേമോ ആൺകുട്ടിയാണെങ്കിൽ നട്ടലുണ്ടെങ്കിൽ എന്നോട് അർത്ഥം വെക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആയത്ത് എന്നോടൊന്ന് അർത്ഥം വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇനി നാളത്തെ പരിപാടിയിൽ നിന്ന് അർത്ഥം വെച്ചോളി. ഏതായാലും അവിടെ ഇനി അടുത്ത ആൾ വരട്ടെ. അടുത്ത ആൾ നമുക്ക് നൗസ് തന്നെ ആയിക്കോട്ടെ. നൗസ് വെച്ച് പാടാം. ഇത് ശരിയാവില്ലത്, നിലപാടില്ല എന്നാ പറഞ്ഞത്. നിലപാട് ഒറ്റ നിലപാടേ ഉള്ളൂ. എന്താ അറിയോ? അള്ളാഹ് പറഞ്ഞ് നടപ്പിലാക്കുക, അതാ നിലപാട്. നിലപാട് അള്ളാഹ് പറഞ്ഞത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അള്ളാഹ് ആരോടാ പറയണ അറിയോ? അള്ളാഹ് ഇനി കോമാട്ടുചാലിൽ അബ്ദുള്ളാനോടും മീനങ്ങാടി സുലൈമാനോടും പറയും. അതാണെന്നാ തോന്നുന്നത്. നോക്ക് എന്താ പറയും നോക്ക്. മശായിഖ് പറഞ്ഞ് നടപ്പിലാക്കുക, അതാണ് നിലപാട്. ആ മശായിഖ് പറഞ്ഞത് നടപ്പിലാക്കുക. ആരാ മശായിഖ്? കോമാട്ടുചാലിൽ അബ്ദുള്ളാനോട് അള്ളാഹ് അങ്ങനെ പറയണം. അപ്പോൾ അത് നടപ്പിലാക്കുക. ആ സുൽത്താൻ ഉലമ എന്ന് പറയണമെന്ന് പറഞ്ഞാൽ ഉഷാറായിട്ട് പറയും, അതാണ് അന്നത്തെ നിലപാട്. അള്ളാഹ് പറഞ്ഞത് നടപ്പിലാക്കുക. അള്ളാഹ് ആരോട് പറയണത്? മശായിഖിനോട് പറയണേ. മശായിഖ് ആരാണ്? കോമാട്ടുചാലിൽ അബ്ദുള്ളാനോട് അള്ളാഹ് പറയാണ് സുൽത്താനുൽ ഉലമ എന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ സുൽത്താനുൽ ഉലമ എന്ന് പറയാൻ വേണ്ടിയിട്ട് നൗഷാദിനോട് പറഞ്ഞു. അന്ന് നൗഷാദ് സുൽത്താനുൽ ഉലമ എന്ന് നല്ല രൂപത്തിൽ പറഞ്ഞു. നല്ല രൂപത്തിൽ സുൽത്താനുൽ ഉലമ എന്ന് പറഞ്ഞു. അന്ന് ആ നിലപാട് അതായിരുന്നു. ഇനിയോ നിലപാട് മാറിയതെന്ന് പറയട്ടെ. അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയാൻ പറഞ്ഞാൽ അത് പറയും, അതാണ് അന്നത്തെ നിലപാട്. പിന്നെ നിലപാട് മാറി. നിലപാട് മാറിയത് അള്ളാഹു തആല എന്ത് ചെയ്തു? കോമാട്ടുചാലിൽ അബ്ദുള്ളാനോട് പറഞ്ഞു അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ മതി, സുൽത്താനുൽ ഉലമ നീ വേണ്ട, അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ കോമാട്ടുചാലിൽ അബ്ദുള്ള എന്ത് ചെയ്തു? കോളാമ്പിയായ നൗഷാദിനോട് അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ നിലപാട് അതായിരുന്നു. അപ്പോൾ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞു. ഇനി അടുത്ത നിലപാടോ? ഉസ്താദ് എന്ന് പറയാൻ പറഞ്ഞാൽ അത് പറയും. ഉസ്താദ് എന്ന് പറയാൻ പറഞ്ഞാൽ പിന്നെ അത് പറയും. അള്ളാഹു തആല കോമാട്ടുചാലിൽ അബ്ദുള്ളാനോട് പറഞ്ഞു ഇനി ഉസ്താദ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഉസ്താദ് എന്ന് പറയും. കോളാമ്പിനോട് ഉസ്താദ് എന്ന് പറയാൻ പറയും. അപ്പോൾ കോളാമ്പി പ്രസംഗത്തിൽ എന്ത് ചെയ്യും? ഉസ്താദ് ഉസ്താദ് എന്നിങ്ങനെ പറയും. ഇങ്ങനെ ഉസ്താദ് 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 എന്ന് പറഞ്ഞാൽ അത് എ പി ഉസ്താദിനാണ്. അപ്പോൾ ഉസ്താദ് ഉസ്താദ് പറയുന്നത്. ഇനിയോ ഇന്നത്തെ നിലപാടേതാ? ഇനിയിപ്പോ അബൂബക്കർ എന്ന് പറയാൻ അതും പറയും. ആ കണ്ട വല്ലാത്ത നിലപാടാട്ടോ. അള്ളാഹു തആല കോമാട്ടുചാലിൽ അബ്ദുള്ളാനോട് പറയാണ് അബൂബക്കർ എന്ന് പറയാൻ പറയും. സുൽത്താനുൽ ഉലമ വേണ്ട, അബൂബക്കർ മുസ്ലിയാർ വേണ്ട, പിന്നെ ഉസ്താദ് എന്ന് വേണ്ട, ഇനി അബൂബക്കർ മാത്രം പറഞ്ഞാൽ മതി, അബൂബക്കർ എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് അള്ളാഹു തആല കോമാട്ടുചാലിൽ അബ്ദുള്ളാനോട് പറയും. അപ്പോൾ അബ്ദുള്ള പിന്നെ മുരീദന്മാരൊക്കെ വിളിച്ചിട്ട് പറയും ഇനി അബൂബക്കർ എന്ന് പറഞ്ഞാൽ മതി അറിയും. അപ്പോൾ കോളാമ്പികളായ നൗഷാദിനെ പോലത്തോല്
അബൂബക്കർ എന്ന് പറയും. അതാ നിലപാടപ്പോ. ഇനി നിലപാടുണ്ടോ? നിലപാട് മശായിഖ് പറഞ്ഞതാണ്, നമുക്കതിൽ നിലപാടില്ല. അവിടെയാണ് നമുക്ക് പേച്ചു പോയത്. നമുക്ക് പ്രത്യേക നിലപാടൊന്നുമില്ല. ഏത് കോളാമ്പികൾക്ക് പ്രത്യേക നിലപാടൊന്നുമില്ല. കോമാട്ടുചാലിൽ അബ്ദുള്ള എന്താണോ പറഞ്ഞതോ അത് കോളാമ്പികളോട് പറയും, കോളാമ്പികൾ അതങ്ങനെ പറയും. അവിടെയാണ് നമുക്ക് പേച്ചു പോയത്. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, സംഭവം ശരി തന്നെ നൗഷാദേ, അവിടെ തന്നെ നിങ്ങൾക്ക് പേച്ചത്. ഈ കോമാട്ടുചാലിൽ അബ്ദുള്ളാൻ്റെ വാക്കും കേട്ടുകാണ്ട് നടക്കലെന്നെ നിങ്ങൾക്ക് പേച്ചത്. ഏറ്റവും വലിയ പടിക്കുഴിയിൽ വലിയ ആഴത്തിലേക്ക് ചാടിച്ചത് കോമാട്ടുചാലിൽ അബ്ദുള്ളയാണ്. നിങ്ങളെ അതിൽ ചാടിക്കിടക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി എനിക്ക് വലിയ പ്രയാസമാണ്. കാരണം എന്നെ പറ്റിയിട്ട് ഒരു മുജാഹിദുകാരന് സംസാരിച്ച സംസാരം പറയുന്നുണ്ട്. ഓൻ പറയുന്നുണ്ടാന്ന് കേട്ട് നോക്കാൻ പറ്റും. ഇനി അവൻ്റെ നിലപാടൊന്ന് കേട്ട് നോക്കിട്ടോ. നമ്മളൊന്ന് കേട്ട് നോക്കുക. അടുത്ത നിലപാട് എന്താണെന്നുള്ളത്. ഇനി സുന്നി ആശയത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന് നോക്കണത് നല്ലതാണല്ലോ. എൻ്റെ ഓന്റെ കാര്യമായിട്ട് ഈ വിഷയം വരുന്നത് വരെ, അതായത് ശരിക്കും ഈ വിഷയം വരുന്നത് മൂവാറ്റുപുഴ സംവാദത്തിന് ശേഷമാണല്ലോ സജീവമായിട്ട് വരുന്നത്. അതുവരെ ഞാനായിട്ട് ഒരു ബന്ധമില്ലാത്തവനാണ്. കേട്ടില്ലേ മുജാഹിദാരനെ പറയുന്നത് കേട്ടോ. മൂവാറ്റുപുഴ സംവാദം വരുന്നത് വരെ ഇയാളേറ്റ് യാതൊരു ബന്ധവും നൗഷാദിനുണ്ടായിരുന്നില്ല. വലിയ അറപ്പായിരുന്നു നൗഷാദിനും അയാളേറ്റ്. ഇനി ബാക്കി പറയട്ടെ. അയാൾ മൂവാറ്റുപുഴ സംവാദം വരെ റോഹൻ വരെ തലശ്ശേരി ആയാലും മറ്റു സംവാദങ്ങളായാലും നിങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോഴും നമ്മളോട് ഒരു ബന്ധവും കാണിക്കാത്തവനാണ്. അത് സലഫി അന്നത്തെ നിലപാടതായിരുന്നു. അന്ന് മൂവാറ്റുപുഴ സംവാദം വരെ അന്നത്തെ നിലപാടതായിരുന്നു. ഷെയ്ഖ് അതായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പൊ ഷെയ്ഖ് മാറ്റി പറഞ്ഞത് കൊണ്ടല്ലേ നിങ്ങളായിട്ട് കളിക്കണത്. പക്ഷെ ഈ വിഷയം വന്നതിന് ശേഷം ഓന്റെ ആ ഒരു പെരുമാറ്റത്തിൽ എന്തുണ്ട് മാറ്റം ഉണ്ടായിരുന്നു. ഈ വിഷയം എന്ന് പറഞ്ഞാൽ കോമാട്ടുചാലിൽ അബ്ദുള്ളാനോടൊപ്പം കൂടിയതിന് ശേഷം ഓന്റെ ആ നിലപാടിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. നിലപാട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാറ്റേണ്ടതിനാല് നമ്മളോട് സംസാരിക്കാനും വരെ ഏതുവരെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ചേലേമ്പ്ര സംവാദം. ചേലേമ്പ്ര സംവാദത്തില് വന്നിരുന്ന് അപ്പൊ മൂപ്പരെ കൂടെ വേറെ നമുക്ക് ഒരു പരിചയമില്ലാത്ത വേറെ രണ്ട് ആൾക്കാരല്ലേ ഇതിനെ കാണാൻ. ഒന്ന് ഇവനായിരുന്നു എന്റെ ഓർമ്മ, മറ്റേ ഈക്കൊക്കെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് പോകുന്ന സിദ്ദീഖ് സുഹരി. അപ്പൊ അയാളാണെന്നാണ് ഒന്നെന്റെ ഓർമ്മ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ എഴുതാണ് വ്യവസ്ഥ എഴുതുമ്പോ അതില് പ്രമാണങ്ങൾ ഞാൻ എഴുതുമ്പോ ഞാൻ സാധാരണ നമ്മൾ എഴുതുന്നത് അങ്ങോട്ട് എഴുതി. അപ്പൊ ഒപ്പമുള്ള മൂല്യം പറഞ്ഞു അങ്ങനെ അതല്ല അങ്ങനെയല്ല അയാൾ എതിർത്ത് നമ്മള് ഏകപക്ഷീയമായി എഴുതാനെന്നുള്ള നിലക്ക്. അപ്പൊ നൗഷാദിന്റെ അനുസാരം അത് അനീഫ്ക്ക് എഴുതിക്കോളും. നൗഷാദിന്റെ നിലപാട് മാറിയിട്ടോ. അത് അനീഫ്ക്ക് എഴുതിക്കോളും. അനീഫ്ക്ക എഴുതിക്കോട്ടെ. അത് തർക്കം ചെയ്യണ്ട. അനീഫ്ക്ക് എഴുതട്ടെ. അനീഫ്ക്ക് നമ്മളെ സ്വന്തം ആളല്ലേ എന്നാണ്. മുമ്പാണെങ്കിൽ സംസാരിക്കേണ്ട ഒരു രീതിയാണത്. നല്ല സ്നേഹത്തോടുള്ള രീതി. ഞാന് സ്നേഹത്തോടെ കൂടെ ഉള്ള ഒരു രീതി, ആ ഒരു സൗഹാർദ്ദത്തിന്റെ രീതി കൊണ്ടൊന്നും ഒരിക്കലും ഇല്ലാത്തതാണ്. അത് ഹനീഫ കായക്കൊടി അത് ഓൻ്റെ അടുത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാത്തൊരു നിലപാടാണ് എന്നാണ് ഹനീഫ കായക്കൊടി പറയുന്നത്. എന്നാലോ ഓൻ്റെ നിലപാട് മാറിയിട്ടുണ്ട്. ഓന് നമ്മളായിട്ട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഈ വ്യവസ്ഥ ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ ഇവരോട് പറഞ്ഞു ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കേണ്ടതുണ്ടായിരുന്നു. ഞാൻ പരീക്ഷിക്കാതെ തന്നെ പറഞ്ഞാണ് എന്താണ് അവന്റെ സമീപനം എന്തായിരിക്കും എന്നുള്ള പറയുക. സാധാരണ മുൻപേ കൂടി ചെയ്യാത്തവൻ ഇത് പറഞ്ഞപ്പോ എന്തായിരിക്കും എന്റെ രീതിക്ക് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ മുമ്പ് വേഗം എന്റെ ഒപ്പം വരാൻ നോക്കി. ഹനീഫ കായക്കൊടി പറഞ്ഞു നൗഷാദെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സാധാരണ മുഖം കൊടുക്കാത്ത നൗഷാദ് ഹനീഫ കായക്കൊടിന്റെ ഒപ്പം അങ്ങോട്ട് ചെന്നു കൊടുത്തു. അപ്പൊ ഒപ്പമുള്ള രണ്ടാൾക്കാരും തന്നെ പറ്റില്ലാണ്.
നൗഷാദിന്റെ ഒപ്പുണ്ടായിരുന്ന രണ്ടാളും തടഞ്ഞു, അത് പറ്റൂലെന്ന് വരെ പറഞ്ഞു. അവര് തടഞ്ഞു വെച്ചിരുന്നു നൗഷാദ്. എന്റെ ഒപ്പം അപ്പുറത്തെ റൂമിലേക്ക് വരാൻ നോക്കി നൗഷാദ് തടഞ്ഞു വെക്കുകയായിരുന്നു. ശരി. അതിനുശേഷം പിന്നെ പലപ്പോഴും വിളിക്കലുണ്ടായിരുന്നു. അപ്പൊ ശരിക്ക് പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കും. ഹാഫിദിന്റെ കൂടെ കൂടിയാൽ നല്ലൊരു മാറ്റമുണ്ട് ആ നിലക്ക് അല്ലേ? അതുണ്ട്. ആ സമയത്ത് മുമ്പില്ലാത്ത ഞാനിന്നാൾ ആരോടോ പറഞ്ഞു, ഈ പിന്നെ പ്രസംഗത്തില് വഹാബികൾ അങ്ങനെയാക്കണം വഹാബികൾ ഇങ്ങനെയാക്കണം എന്നൊക്കെ പറയുന്ന നൗഷാദ് ഇതിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മളോട് നല്ല സംസാരം തുടങ്ങിയത്. അതെ അതെ. ഈ അനീഫ കായക്കൂടി ഏൽപ്പിക്കാരനല്ലോ, വഹാബി കേട്ടോ, സലഫിയാണ്. ആ സലഫി പറയണേ, ഈ ഇബ്ലീസ് ത്വരീഖത്തിൽ കൂടിയതിന് ശേഷം, കോമാട്ടുചാലിൽ അബ്ദുള്ളാനോടൊപ്പം കൂടിയതിന് ശേഷം ഞങ്ങളോട് നല്ല സമീപനാണ്, എന്നോട് നല്ല രൂപത്തിൽ സംസാരിക്കാറുണ്ട്. ഞാൻ നൗഷാദിന് വിളിക്കാറുണ്ട്, നൗഷാദ് എനിക്കും വിളിക്കാറുണ്ട്. നീ നമ്മൾ പറയല്ലോ കേട്ടോ, അനീഫ കായക്കൂടി പറയണം. മറ്റേ നമ്മളെ ഉസ്താദിന്റെ കൂടെ ആകുമ്പോ ഉള്ള ആ രീതിയല്ലാന്ന് അല്ലേ? കേട്ടില്ല? അതാണ് നൗഷാദിന്റെ നിലപാട്. ഉസ്താദിന്റെ ഒപ്പം സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ സംഘടനയിൽ ഉണ്ടായിരുന്നപ്പോഴത്തെ രൂപത്തിലല്ല നൗഷാദ് ഇബ്ലീസ് ത്വരീഖത്തിലായ കോമാട്ടുചാലിൽ അബ്ദുള്ളയോടൊപ്പം കൂടിയപ്പോൾ എന്നോട് സംസാരിക്കാറുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിക്കാറുണ്ട്, എനിക്ക് ഇങ്ങോട്ട് വിളിക്കാറുണ്ട്, ഞങ്ങൾ കുശലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. ആദ്യം അങ്ങനെയല്ലായിരുന്നു നൗഷാദ്. എ പി ഉസ്താദിൻ്റെ സംഘടനയിലായിരുന്ന സമയത്ത് അങ്ങനെയല്ലായിരുന്നു. നൗഷാദ് എന്ത് ചെയ്യും, മുഖത്തേക്ക് തന്നെ നോക്കൂല. അത്ര വെറുപ്പായിരുന്നു ഞങ്ങളോട്, വഹാബി മുജാഹിദായ ഞങ്ങളോട് അത്ര വെറുപ്പായിരുന്നു. ഇപ്പോൾ ഈ ഇബ്ലീസ് ത്വരീഖത്ത് കൂടിയതിന് ശേഷം നല്ല അടുപ്പാണ്, ഞങ്ങളുമായിക്കൊണ്ട് ബന്ധാണ്. ഞാൻ പറഞ്ഞല്ല, അനീഫ കായക്കൂടി പറഞ്ഞതാണ്. കേട്ടില്ലേ ഓൻ്റെ നിലപാട്? കേട്ടില്ല നിങ്ങൾ? അത്ര വഹാബിയാണ്, അത്ര പേച്ച വിഭാഗത്തിലേക്കാണ് നൗഷാദ് ഇപ്പോൾ പോയിട്ടുള്ളത് സുഹൃത്തുക്കളെ.